ജിതിൻ ദേവ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എണ്ണ വിലയിൽ, ഇന്ധന വിലയിൽ മാറ്റം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ കേട്ടിരുന്നതാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. അതിനിടയ്ക്ക് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ധന വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂടി. ഇനിയിപ്പോൾ കൗണ്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്ത 15 ദിവസം കഴിഞ്ഞാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെയും വില കൂടുമെന്നാണ് കേൾക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമായി തീരുമാനം എടുക്കാൻ കഴിയുന്ന സംവിധാനമാണല്ലോ. ഇവിടെ ശ്രീ എം കെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ക്രൂഡിന് $146 എന്ന ചരിത്രം അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അഭിലാഷ്, എന്നോടാണോ ചോദ്യം? അതെ അതെ. ഓക്കെ, വോളിയം കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് കേട്ടില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു വാദത്തിൽ നിന്ന് തുടങ്ങാം. $146 ക്രൂഡ് ഓയിലിന് വിലയുണ്ടായിരുന്ന സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില 90 രൂപയായിരുന്നു, 75 രൂപയായിരുന്നു എന്നുള്ളതാണ്. 2014 ജനുവരിയാണെന്ന് തോന്നുന്നു അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. അന്ന് 2250 രൂപയാണ് വാണിജ്യ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില. അന്ന് എന്തുകൊണ്ടാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഇത്രത്തോളം കയറിപ്പോയ സാഹചര്യം? ലിബിയയിലുള്ള ആഭ്യന്തര വിഷയങ്ങളും സുഡാനിലെ ചില പ്രശ്നങ്ങളും ശൈത്യകാലം, ഈ 3 കാരണങ്ങളാണ് 2014 ജനുവരിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ക്രൂഡിൻ്റെ വില കൂടാനുള്ള സാഹചര്യം. അന്ന് വാണിജ്യ സിലിണ്ടറിൻ്റെ വില 2250 രൂപയാണ്. ഞാൻ ഇന്ത്യൻ ഓയിലിൻ്റെ കഴിഞ്ഞ 10-20 വർഷത്തെ ചാർട്ട് വേണമെങ്കിൽ അഭിലാഷിനൊക്കെ അയച്ചു തരാം. അപ്പോൾ ആ വാദമൊക്കെ വെറുതെ അദ്ദേഹം കോൺഗ്രസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാദമായിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതൊക്കെ രാഷ്ട്രീയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്, നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഈ പാനലിരിക്കുന്നവരെ പോലെ തന്നെ സാധാരണക്കാരെ ജനങ്ങൾക്കും ആശങ്കയുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കുന്നത് ഈ ആശങ്ക നമ്മളാരും ഉണ്ടാക്കി വെച്ച ആശങ്കയല്ല. ഇപ്പോൾ അവിടെ ഇതിനകത്ത് ചർച്ചയിൽ ആദ്യം അഭിലാഷ് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു തൊട്ടടുത്തുള്ള അങ്ങ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു സാധാരണ കടക്കാരനോട് ചോദിച്ചപ്പോൾ 4500 രൂപയ്ക്ക് ബ്ലാക്കിൽ അദ്ദേഹത്തിന് സാധനം വാങ്ങിക്കേണ്ടി വരുന്നു കേരളത്തിൽ. ഇതാരാണ് പരിഹരിക്കേണ്ടുന്നത്? രണ്ടാമത്, ഇന്ന് രാവിലെ നിങ്ങളുടെ ഡൽഹിയിലെ റിപ്പോർട്ടർ ശ്രീ ബാലഗോപാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലിൽ, നിങ്ങളുടെ ഡൽഹി ബ്യൂറോ ഓഫീസിൻ്റെ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ പോയി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് സംസാരിച്ച സമയത്ത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ കച്ചവടക്കാരനും ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു വ്യക്തിയും, ആ ബാലുവിൻ്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള ഒരു വ്യക്തിയും പറയുന്നത് ഞാൻ കേട്ടു. ഇത് നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന സാഹചര്യമല്ലേ? ഈ സംഘർഷ സാഹചര്യത്തിൽ ഇത്രത്തോളം വില കൂട്ടേണ്ടിയിരിക്കുന്നു, വില കൂടും. ഇത് കുറയുന്ന സമയത്ത് ഗവൺമെൻറ് വില കുറയ്ക്കും, അപ്പോൾ ഞങ്ങളും വില കുറയ്ക്കും. ഞങ്ങളും ഇപ്പോൾ ചെറിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ക്രൂഡ് ഓയിലിൻ്റെ വില മാത്രമല്ല, ഈ പറഞ്ഞ നമ്മളുടെ 40-40ഓളം രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തണം. അത് കൊണ്ടുവരുന്നത് നമുക്കറിയാം. ഹോർമുസ് കടലിലേക്കുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. എത്രത്തോളം ഫ്ലൈറ്റ് ചാർജിൽ ഈ LPG ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള എണ്ണ ടാങ്കറുകളൊക്കെ വരുന്നതിൽ എത്രത്തോളം വർധനവുണ്ടായെന്ന് നമുക്കറിയാം. ഒരു ദിവസം $85,000 ആയിരുന്നു, $140,000 ഇൻഷുറൻസ് തുകയിൽ, ഇൻഷുറൻസ് പ്രീമിയം, ഇതിന് ഇൻഷുറൻസ് എടുക്കണം. അതിനകത്തുണ്ടായ വർധനവിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ക്രൂ ബോണസ്, ഈ പറഞ്ഞ ദുഷ്ടസമാധാനമായ സാഹചര്യത്തിൽ ഈ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ആ ക്രൂവിൻ്റെ അവർക്ക് കൊടുക്കേണ്ടുന്ന ബോണസും അവരുടെ സാലറി, മറ്റു കാര്യങ്ങളിലുണ്ടായ വർധനവ് സംബന്ധിച്ചും മറ്റു മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ട്, ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത് ഇത്രത്തോളം കാലം നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തി. സ്വാഭാവികമായിട്ടും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. 3000-നടുത്ത് പാചകവാതത്തിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയുണ്ടായി. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ, ഇത് പൂഴ്ത്തിവയ്പ് നടത്തി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്ന, ബ്ലാക്കിൽ കച്ചവടം ചെയ്യുന്നവന്മാർ ആരാണ്? ഇവന്മാരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കണം, നമ്മളുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കണം, മാധ്യമങ്ങൾക്ക് സാധിക്കണം, നിങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാദം, ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എണ്ണയൊക്കെ നമുക്ക് സഫീഷ്യൻറ്റ് സ്റ്റോക്ക് ഉണ്ടാവും, യുദ്ധം ഉണ്ടാവുമെന്ന് ഇപ്പോഴാണോ അറിയാൻ സാധിച്ചത്? ആർക്കും അറിഞ്ഞുകൂടെ? എനിക്ക് അറിഞ്ഞുകൂടെ? അഭിലാഷിന് അറിഞ്ഞുകൂടെ? എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ഇന്ധനത്തിന് ഷോർട്ടേജ് ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പോലും പറയുന്നത് 70-71 ദിവസം മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് നമ്മളെ സംബന്ധിച്ചുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ സ്റ്റോക്ക് തീർന്നു. ഇപ്പം ഞാൻ ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുകയാണെന്ന് പറയരുത്. അവിടുത്തെ മന്ത്രി കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടു, ഇന്ത്യയിൽ ഒരു മന്ത്രി ഒപ്പിട്ടാൽ തീരാവുന്ന തരത്തിൽ സ്റ്റോക്ക് ഒരു ഫയൽ നീക്കിയാൽ ഇന്ത്യയിൽ പ്രതിസന്ധിയില്ല, ഇനി നമുക്ക് 3-4 ദിവസമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന്
അവിടുത്തെ മന്ത്രി പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നത് വരെ ചില വിട്ടുവീഴ്ചകൾക്കും ചില ബുദ്ധിമുട്ടുകൾക്കും നമ്മളെല്ലാം അനുഭവിച്ചോ നമുക്ക് ഒരുമിച്ച് നേരിടാൻ സാധിക്കണം. അതിനകത്ത് രാഷ്ട്രീയമോ അതിനകത്ത് മറ്റു ചിന്തകളോ ഒന്നും കലർത്തേണ്ടതില്ല. ഇപ്പം സ്വാഭാവികമായിട്ടും ഹോട്ടലുകൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരും, അത് അവരുടെ സാഹചര്യമാണ്, അതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ വർദ്ധിപ്പിക്കുന്ന വില ഈ പറയുന്ന പോലെ ഗ്യാസിന് വില കുറയുന്ന സമയത്ത് കുറയ്ക്കാനും തയ്യാറാകണം. അങ്ങനെ തയ്യാറായി മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടേണ്ടതാണ് വേണ്ടുന്നത്. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞിട്ടോ പഴിചാരിയിട്ടോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല.